guys, welcome back to our channel. This is Girls of Suhana. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജനുവരി 1. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കല്യാണം ഉണ്ടായിരുന്നു 31-ാം തീയതി. അതേപോലെ തന്നെ എന്താ പറയുക ട്രിപ്പൊക്കെ ആയിരുന്നു, ഫാമിലി ട്രിപ്പ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് ഒന്നും നേരത്തെ വാങ്ങിച്ചു വെക്കാനോ അതേപോലെ തന്നെ കൊടുക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അവനെ ഒരു അവോയ്ഡ് ചെയ്യണം, നന്നായിട്ട് അവോയ്ഡ് ചെയ്യണം എന്നിട്ട് അവസാനം ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. അപ്പോൾ എനിക്ക് എന്താ പറയുക ടൂർ ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എക്സാം തുടങ്ങി. അപ്പോൾ എക്സാം എന്താ പറയുക മിനിയാന്നാണ് കഴിഞ്ഞത്, 23-ാം തീയതി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക ഗിഫ്റ്റൊന്നും വാങ്ങിക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചപ്പോൾ ഇന്നൊരു ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് എന്താ പറയുക ഞാൻ സ്കൂളിൽ വെച്ച് ആലോചിച്ചതാണ് കേട്ടോ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കണമെന്നും. അപ്പോൾ ഞാൻ ഇന്ന് ഇതായപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്താ പറയുക ഇന്ന് വൈകുന്നേരം ഞാൻ അവനും കൂടി നടന്നു വരായിരുന്നു സ്കൂൾ വിട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നിൻ്റെ കയ്യിലിരിക്കുന്ന റെഡ് പെൻ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ തരൂല, നീ വേണമെങ്കിൽ വേറെ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഞാൻ തരൂല, നീ വേറെ വാപ്പാനെ കൊണ്ട് വാങ്ങിപ്പിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല, എനിക്ക് ആ പേന തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക നല്ല കൂട്ടടി. അപ്പോൾ ഞാൻ പറഞ്ഞു വാപ്പ വാങ്ങിച്ചോന്നല്ല അപ്പോൾ എനിക്കും വേണമെന്നൊക്കെ പറഞ്ഞ് നല്ല കൂട്ടടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കൂട്ടേന് അടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കുറേ തല്ലുടിയും ഇടിയും ബഹളമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ എന്താ പറഞ്ഞു പേന തരൂലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ബോഡി എന്താ പറയുക എൻ്റെ ഷെൽഫിലാണ് അവൻ്റെ പെൻസിലും സ്കെച്ചും കാര്യങ്ങളൊക്കെ ഇരിക്കണം. ഞാൻ പറഞ്ഞു നീ അതെടുത്ത് മാറ്റിക്കോ, നിൻ്റെ സ്ഥലത്ത് കൊണ്ടു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ മാറ്റിക്കോളാം, ഞാൻ മാറ്റിയാണെന്ന് പറഞ്ഞിട്ട് അവന് മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പാത്രം വേണമെങ്കിൽ എടുത്തോളാം. അപ്പോൾ പറഞ്ഞു എനിക്ക് ഈ പാത്രമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക അവൻ എന്താ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. അത് ഞാൻ പണ്ട് കൊടുത്തൊരു ലെറ്റർ ഉണ്ടായിരുന്നു ബർത്ത്ഡേയുടെ. പറഞ്ഞു നീ ഇതെടുത്തു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ ഞാൻ ദേഷ്യം വന്നിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതെന്ത് കീറി വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവസാനമായിട്ട് ഞാൻ പറഞ്ഞു നീ വേണമെങ്കിൽ അവിടെ തന്നെ വെച്ചോ. അപ്പോൾ പറഞ്ഞു ഞാൻ വെക്കളാം. ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറയണം അവസാനമായിട്ട് പറയണം നീ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ വെക്കളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ചയോട് പറഞ്ഞേ ഇനി പറയൂടെ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ വെക്കളാം, നീ വെച്ചോ, ഞാൻ എൻ്റെ സ്ഥലത്ത് വെച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നല്ലതല്ലേ. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് പോയി മാറുന്നപ്പോൾ അവൻ പറഞ്ഞ് പൊന്നു നിൻ്റെ സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ സാധനം, ഞാനിവിടെ പ്ലാൻ കൊടുത്തേക്കാണ്. പക്ഷേ തല്ല് പിടിച്ചിട്ട് അവസാനം മദ്രസ വിട്ട് വരുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനാണ്. അപ്പോൾ എന്താ പറയുക അത് നടക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു അവനോട് പറഞ്ഞു എന്താ പറയുക വെക്കാൻ പറ്റൂല, എന്നോട് നേരത്തെ ഞാൻ ചോദിച്ചല്ലേ വെക്കാൻ പറഞ്ഞല്ലേ, അപ്പോൾ വെക്കാൻ പറ്റിയല്ല. അപ്പം അങ്ങനെ എന്താ പറയുക അപ്പോൾ അവനെടുത്ത് മാറ്റി. എന്നിട്ട് ഞാൻ പറഞ്ഞ് നീ വെച്ചിട്ട് നീ എന്താ ഇവിടെ വെക്കണ്ട, നീ മാറ്റിയിട്ട് പോയാൽ മതി മദ്രസയിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ലതല്ലായി ആ മദ്രസയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. അവൻ 6 മണിയാകുമ്പോൾ വീട്ടിൽ വരും. അപ്പോൾ നമ്മൾ എന്താ പറയുക അവനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് എത്ര അടിപൊളിയായിട്ട് സെറ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക നമ്മൾ അവന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുന്നത്. എന്നെക്കൊണ്ട് കഴിയാവുന്ന ഗിഫ്റ്റാണ് ഞാൻ വാങ്ങിക്കുന്നത് ഗൈസ്. ചെറിയായിട്ട് ഗിഫ്റ്റ് ഞാൻ എല്ലാ പ്രാവശ്യം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഒരു പ്രാവശ്യം പോലും വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം കൊണ്ട് ഗൈസ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഒരു അടിപൊളി പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഐറ്റംസൊക്കെ അവിടെ ടേബിൾ വെച്ചിട്ട് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഷെൽഫിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല തല്ലായിട്ട് മദ്രസയിലേക്ക് പോയിട്ടാണ് ഗൈസ്. അങ്ങനെ നമുക്ക് എന്താ ചെയ്യുക, നമുക്കിനി കടയിൽ പോയി സാധനം വാങ്ങിച്ചാലോ. നമുക്ക് കടയിൽ പോവാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ കടയിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇവിടെയാണ് അവൻ വെച്ചിട്ട് പോയിട്ടോ മദ്രസയിൽ. അപ്പോൾ നമുക്ക് നേരെ കടയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഞാനാണ് വാങ്ങിച്ചു കൊടുത്തത്. ഈ സ്കെച്ചും അതേപോലെ തന്നെ ഈ ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് വാങ്ങിച്ചു കൊടുത്തത്. അവൻ്റെ ബർത്ത്ഡേക്ക് ഓരോ ബർത്ത്ഡേക്ക് ഞാൻ കുറേ എന്താ പറയുക ഒരു സെറ്റായിട്ട് ഐറ്റംസും പേന പെൻസിൽ. അപ്പോൾ ഈ പ്രാവശ്യം വിചാരിച്ചു ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിക്കില്ല, കുറച്ച് അവന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ വിചാരിച്ചത്. എല്ലാ പ്രാവശ്യവും ഞാൻ പെൻസിലും ഇറേസർ റബ്ബർ അങ്ങനെ ഒരു സെറ്റായിട്ടാണ് കൊടുക്കാറ് കേട്ടോ. സ്കെച്ചും അതേപോലെ തന്നെ കളർ പെൻസിൽ ക്രയോൺസ് അങ്ങനത്തെ കാര്യങ്ങൾ ബുക്ക് അങ്ങനെ കുറേ കാര്യങ്ങളാണ് കൊടുക്കാറ്. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്താ പറയുക വെറൈറ്റിക്ക് നമ്മളിതൊന്നും കൊടുക്കില്ല. ഇതൊക്കെ അവൻ്റെ ആവശ്യത്തിന് അധികം ഉണ്ട് കേട്ടോ. ഇറേസറും കാര്യങ്ങളൊക്കെ കുറേ ഇഷ്ടമാതിരി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഈ പ്രാവശ്യം നമ്മൾ അതൊന്നും കൊടുക്കില്ല, വെറൈറ്റി ഐറ്റംസാണ് നമ്മൾ കൊടുക്കാൻ പോണത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളൊരു ചോക്ലേറ്റ് കടയിലാണ് കേട്ടോ ഗൈസ് നമ്മൾ പോകുന്നത്. ഒരു ചോക്ലേറ്റ് കടയിലാണ് പോകുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തതിനും നമ്മളിപ്പോൾ എന്താ പറയുക മിഠായിയാണ് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു മിഠായി കടയിൽ പോയിട്ട് കുറച്ച് മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം 5:10 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക നേരെ കടയിലേക്ക് പോകാം കേട്ടോ.
അപ്പോൾ ഗൈസ് വൈകിട്ട് മുമ്പ് തന്നെ നമുക്ക് പോയിട്ട് വേഗം വരാട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ വന്നില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ബർത്ത്ഡേ ആണ് മൺഡേ. അപ്പോൾ അതിനുള്ള ഗിഫ്റ്റ് കൂടി നമ്മൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ എന്താ പറയുക മിഠായിയൊക്കെ വാങ്ങിച്ചു. പിന്നെ എൻ്റെ അനിയനും അതുപോലെ തന്നെ കൂട്ടുകാരുടെയും ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് നമ്മളതിൽ പൊതിഞ്ഞ് റെഡി ആക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഗൈസ് നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഗൈസ് ഇപ്പോൾ സമയം 6 മണി ആവാൻ പോവുകയാണ്. അതിന് മുമ്പേ നമ്മൾ നേരത്തെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ എൻ്റെ അനിയൻ വന്നിട്ടുണ്ടാവും വീട്ടിൽ. വേഗം നമുക്ക് പോകാം കേട്ടോ. മദ്രസ ആ സമയമാവാറായിട്ടുണ്ട്. വേഗം നമുക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ടി വി കണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സംശയം തോന്നണ്ട. അവൻ എല്ലാ ദിവസവും വരുമ്പോൾ ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും മദ്രസ ഇട്ട് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി അവൻ എപ്പോഴും ഡോറ് കൊട്ടാറാണ് പതിവ്. വന്നിട്ട് ഞാൻ തുറന്നു കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് എന്താ പറയുക ഡോർ തുറന്നിടാന്ന്. അപ്പോൾ ഗിഫ്റ്റ് ഞാൻ ഇവിടെയാണ് ഒളിപ്പിച്ചിട്ടുള്ളത്. കാണൂല പെട്ടെന്നൊന്നും കണ്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചിട്ട് നമുക്ക് എന്താ പറയുക ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഗൈസ് ഞാൻ ഡോറ് തുറന്നിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു. ഗിഫ്റ്റ് നമ്മൾ ഇവിടെയാണ് ഒളിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ എന്താ പറയുക ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ വന്നേ ഇന്നാസേ, ഇവിടെ വന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇതിനാണ് ഞാൻ വഴക്കുണ്ടാക്കിയത്. എക്സ്പ്രഷൻ നോക്കട്ടെ. സന്തോഷമായ എൻ്റെ തല്ലുപിടിച്ച് എങ്ങനെ പ്ലാൻ എങ്ങനെ ഉണ്ട്? എൻ്റെ പ്ലാൻ എങ്ങനെ ഉണ്ട്? കടിക്കണ പിടിച്ച്. എൻ്റെ പ്ലാനായിരുന്നു ഇത് തല്ലുപിടിക്കാൻ വേണ്ടി. കണ്ടാ തെറിച്ച് പോ നിലത്തൊക്കെ വീത്തിയ. ഇഷ്ടായ? എപ്പോഴും ഞാൻ ഒരേ സാധനമല്ലേ തന്നെ. ഞാൻ എന്തൊക്കെ ഗിഫ്റ്റാണ് കൊടുത്തത് ഞാൻ പറയാൻ പോവാണ്. എന്താ പറയുക, ഞാൻ സ്നിക്കേഴ്സ് കൊടുത്തു, അതേപോലെ തന്നെ 5 സ്റ്റാർ ഡയറി മിൽക്ക്, പിന്നെ മഞ്ച്, ഇത്ര ഐറ്റംസാണ് മിഠായി. പിന്നെ കിറ്റ് കാറ്റ് കൊടുത്തു. 5 ഐറ്റംസാണ് മിഠായി കൊടുത്തത്. പിന്നെ ഞാൻ എന്താ പറയുക ഒരു പെയിൻറ്റ് കൊടുത്തു. അവന് പെയിൻറ്റിങ് ഒക്കെ ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പെയിൻറ്റ് കൊടുത്തു, പെയിൻറ്റ് വാങ്ങിച്ചു കൊടുത്തു. അതേപോലെ തന്നെ കാന്തം കൊടുത്തു. കാന്തമൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മളെന്താ പറയുക നമ്മുടെ ഇതുണ്ടല്ലോ ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സ് സ്റ്റാർസ് അങ്ങനെ ഐറ്റംസ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചു. സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചു. അതേപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ് ഞാൻ വാങ്ങിച്ചത് പെയിൻറ്റ് വാങ്ങിച്ചു, അതേപോലെ തന്നെ സ്റ്റിക്കർ സ്റ്റാർ വാങ്ങിച്ചു, ജെൽ പെൻ വാങ്ങിച്ചു, കാന്തം വാങ്ങിച്ചു. ഇതൊക്കെയാണ് ഞാൻ സ്റ്റേഷനറി ഐറ്റംസ് എന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചത് കേട്ടോ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ, സീ യു ഗൈസ്.